സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. പാണ്ഡവോത്പത്തിയാണ് ഇന്ന് കേൾക്കാൻ പോണത് കേട്ടോ. നമ്മൾ 31-ാം ദിവസം ശ്രീമദ്ദേവി ഭാഗവതം. സൂതൻ തുടർന്ന് പറയാണ്, അങ്ങനെ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിച്ചു. അവർക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായത്. 2 കാലശക്തിയിൽ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. വ്യാസന്റെ പുത്രനായി ധൃതരാഷ്ട്ര ജനിക്കേണ്ടായി. മുനിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് രാജ്ഞി കണ്ണടച്ചതിനാൽ ജന്മന അന്ധനായിയാണ് അദ്ദേഹം ജനിച്ചത്. അംബാലിക വൃദ്ധനായ വ്യാസനെ കണ്ട് വിളറി വെളുത്തതിനാൽ മുനിക്ക് കോപമുണ്ടായി. അങ്ങനെ അംബാലികയ്ക്കുണ്ടായ കുഞ്ഞ് ദേഹം മുഴുവനും പാണ്ഡുവായി ജനിച്ചു. എന്നാൽ കാമകലയിൽ നിപുണയായ ദാസി അതിസന്തോഷത്തോടു കൂടിയാണ് വ്യാസനെ സ്വീകരിച്ചത്. ആ ബന്ധത്തിൽ നിന്നും ധർമാംശമായ വിതുരര് ജനിച്ചു. ധൃതരാഷ്ട്ര ജന്മന അന്ധനായതുകൊണ്ട് രാജ്യഭാരം പാണ്ഡുവിനായിരുന്നു. വിതുരരെ മന്ത്രിയാക്കി. ഭീഷ്മരുടെ ഒത്താശയിലാണ് ഭരണം നടക്കുന്നത്. ഗാന്ധാരിയാണ് ധൃതരാഷ്ട്രരുടെ ഭാര്യ. ഒരു വൈശ്യസ്ത്രീയുമായിട്ടും ധൃതരാഷ്ട്രർക്ക് ബന്ധമുണ്ടായിരുന്നു, സൗഭലി. അവർക്ക് പിറന്ന പുത്രനാണ് യുയുത്സു. ഇതൊക്കെ മഹാഭാരത കഥ പറഞ്ഞപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കണ്ടതാണ് അല്ലേ. ഗാന്ധാരിക്ക് 100 പുത്രന്മാരും ഒരു പുത്രിയുള്ള കാര്യവും നമുക്കറിയാം. പാണ്ഡുവിനാണെങ്കിൽ 2 പത്നിമാരാണുള്ളത്. ആദ്യത്തെ പത്നി കുന്തിഭോജ രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള കുന്തി, 2ാമത്തത് മാദ്രി. കുന്തിയാണെങ്കിൽ തൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു പോന്നിരുന്ന ബാല്യകാലത്ത് സൂര്യൻ്റെ പുത്രനായി കർണൻ എന്നൊരു പുത്രനും കൂടെ മകനായിട്ട് കുന്തിക്കുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഋഷിമാരെല്ലാവരും കൂടി സൂതനോട് പറഞ്ഞു, ആ കഥ കൂടി ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ. എങ്ങനെയാണ് കുന്തിക്ക് സൂര്യനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടായത്? ആ കഥ ഒന്ന് കേൾക്കണം എന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് സൂതൻ പറയാണ്, ശൂരസേന രാജാവിൻ്റെ മകളായിരുന്നു കുന്തി. കുന്തിഭോജ രാജാവ് യാചിച്ചു വാങ്ങി കുന്തിയെ സ്വന്തം മകളായി വളർത്തുകയായിരുന്നു. രാജാവ് നടത്തിയ അഗ്നിഹോത്രിയിൽ അഗ്നിയെ സേവിക്കാനുള്ള കർത്തവ്യം കുമാരിയായിരുന്ന കുന്തിയുടേതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ചതുർമാസ്യത്തിനായിട്ട് ദുർവാസാവ് മുനി അവിടെ വരുന്നത്. മുനിയെ സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് കുന്തിയെ ഏൽപ്പിച്ചു. അങ്ങനെ ദുർവാസാവിൽ നിന്നും ഒരു വരം ലഭിക്കാനും അവൾക്ക് ഭാഗ്യമുണ്ടായി. മുനി അവൾക്ക് ഒരു മന്ത്രം നൽകി. ഇത് ജപിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള ദേവൻ പ്രത്യക്ഷനായി നിന്റെ അഭിഷ്ടങ്ങൾ സാധിപ്പിക്കും എന്നായിരുന്നു മുനി അനുഗ്രഹിച്ചു പറഞ്ഞത്. മുനി പോയി കഴിഞ്ഞപ്പോൾ കുമാരി മന്ത്രമൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടത്. പ്രകാശവാനായി നിൽക്കുന്ന സൂര്യൻ. അവൾ മന്ത്രം ജപിച്ചു, സൂര്യനെ വിളിച്ചു. ഉടനെ തന്നെ സൂര്യദേവൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അത്ഭുതപ്പെട്ട കുന്തി കൈകൂപ്പി സൂര്യദേവനോട് തൻ്റെ സന്തോഷം അറിയിച്ചു. എന്നിട്ട് വാനിലേക്ക് മടങ്ങി പൊക്കോളാൻ അവൾ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. എന്നെ നീ വിളിച്ചത് എന്തിനായിരുന്നു? എന്നെ ഇപ്പോൾ വരിക്കാതിരിക്കാൻ കാരണം എന്താണ് എന്നൊക്കെ സൂര്യൻ ചോദിക്കാൻ തുടങ്ങി. കന്യകയായിട്ടുള്ള കുന്തിക്ക് ആകെ പേടിയായി. കുന്തി സൂര്യനോട് മാപ്പപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ് എന്നെല്ലാം പറയുകയാണ്. സൂര്യൻ ഇത് കേട്ട് പറഞ്ഞു, ഇവിടെ വന്നിട്ട് വെറുതെ മടങ്ങിപ്പോവാനൊന്നും എനിക്ക് പറ്റില്ല. അത് വലിയ നാണക്കേടുണ്ടാക്കും. ദേവന്മാർക്കിടയിൽ ഞാൻ പരിഹാസപാത്രമായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണം. ഇല്ലെങ്കിൽ നിന്നെയും നിനക്ക് വരം തന്ന ആ മുനിയെയും ഞാൻ ഇപ്പം തന്നെ ശപിച്ചു കളയുമെന്ന് പറയും. എന്നാലും നിന്റെ കന്യകത്വം നിനക്ക് നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. മാത്രമല്ല എന്നെ പോലെ പ്രഭാവവാനായിട്ടുള്ളൊരു പുത്രനായിരിക്കും നിനക്ക് ഉണ്ടാവാൻ പോണത് എന്നും കൂടെ സൂര്യൻ അവളെ അനുഗ്രഹിച്ച് പറയും. അങ്ങനെ കുന്തിയുമായി ബന്ധപ്പെട്ട ശേഷം സൂര്യൻ പ്രസന്നനായി അവളെ വിട്ടുപോയി. ഗർഭിണിയായ കുന്തി ഒരു ആയയുടെ സഹായത്തോടെയാണ് പ്രസവിക്കുന്നത്. മറ്റാരും ഈ വാർത്ത അറിഞ്ഞതുമില്ല. ജനിച്ചപ്പോഴേ അവൻ്റെ ദേഹത്ത് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. 2ാമത്തെ സൂര്യനെ പോലെ കാന്തിമാനായിരുന്നു അവൻ. ഇനി ചിന്തിക്കാനൊന്നുമില്ലെന്ന് ആയ പറഞ്ഞതനുസരിച്ച് കുട്ടിയെ അവൾ ഒരു പെട്ടിയിൽ കിടത്തി നദിയിൽ ഒഴുക്കുകയായിരുന്നു. എനിക്കെന്ത് ചെയ്യാനാകും മകനെ? പ്രാണപ്രിയനായ നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാനത്ര ഭാഗ്യഹീന എന്ന് വിലപിച്ചുകൊണ്ട് സഗുണ നിർഗുണ സ്വരൂപിയായ അമ്മ നിന്നെ രക്ഷിക്കട്ടെ. അവൾ നിനക്ക് സ്തന്യം നൽകട്ടെ. പിഴച്ച പെണ്ണായി ഞാൻ സൂര്യപുത്രനെ വിജനവനത്തിൽ ഉപേക്ഷിക്കുന്നു. ഇനി എന്നാണ് ഈ മുഖപങ്കജം എനിക്ക് കാണാനാവുക? കഴിഞ്ഞ ജന്മത്തിലും ദേവി പൂജ ചെയ്യാൻ എനിക്കായില്ല. ആ പദമലർ പൂജിക്കാതിരുന്നതിനാൽ എനിക്ക് ഈ ദുർഗതി വന്നുപെട്ടു. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ പാതകം മൂലം എന്നിൽ ദുഃഖം ഇനിയും കൂടുകയുള്ളൂ. ഇങ്ങനെ വിലപിച്ചുകൊണ്ട് പെട്ടിയിൽ വെച്ച കുഞ്ഞിനെ ആയ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആയ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. പിന്നീട് കുന്തി പിതൃഗ്രഹത്തിൽ തന്നെ കഴിഞ്ഞു പോന്നു. നദിയിൽ ഒഴുക്കിയ പെട്ടി അങ്ങനെ അതിരഥൻ എന്ന ഒരു സൂതനാണ് ലഭിക്കുന്നത്. പുത്രഭാഗ്യമില്ലാതിരുന്നതിനാൽ അതിരഥനും ഭാര്യയും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. പിന്നീട് ഒരു സ്വയംവരത്തിലൂടെയാണ് കുന്തി പാണ്ഡുവിനെ വരിച്ചത്. മാദ്ര രാജാവിൻ്റെ മകളായിരുന്നു മാദ്രി. മാദ്രിയെയും പിന്നീട്
പാണ്ഡു വിവാഹം ചെയ്യുന്നുണ്ട്. ഒരിക്കലും മൃഗയാവിനോദത്തിനിടയ്ക്ക് രാജാവ് അബദ്ധത്തിൽ ഒരു മുനിയുടെ മരണത്തിനിടയാക്കി. ആ കഥ നമ്മൾ ഓൾറെഡി മഹാഭാരതത്തിൽ കേട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ അമ്പേറ്റ് മരിക്കുന്നതിന് മുൻപായിട്ട് മുനി രാജാവിനെ ശപിച്ചു. സ്ത്രീ സംഘം ഉണ്ടായാൽ നിനക്ക് ആ നിമിഷം തന്നെ മരണം സംഭവിക്കട്ടെ എന്നായിരുന്നു ആ ഒരു ശാപം. അങ്ങനെ ഈ ശാപം കിട്ടിയ രാജാവ് പിന്നീട് രാജകൊട്ടാരത്തിൽ തുടർന്നില്ല. ധൃതരാഷ്ട്രരെ രാജ്യഭാരം ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് രാജാവിൻ്റെ ഒപ്പം 2 രാജ്ഞിമാരും അദ്ദേഹത്തെ പിന്തുടർന്ന് കാട്ടിൽ താമസം ആരംഭിച്ചു. സുഖജീവിതത്തിനും പുത്രഭാഗ്യത്തിനും യാതൊരു വഴിയും കാണാതെ പാണ്ഡു തപോനിരതനായിട്ട് മുനിമാരുമായുള്ള സത്സംഗത്തിൽ മുഴുകി അങ്ങനെ ജീവിക്കുകയാണ്. മുനിമാരുടെ ധർമ്മ ഉപദേശങ്ങൾക്കിടയ്ക്ക് പുത്രനില്ലാത്തവന് സദ്ഗതി ഉണ്ടാവുകയില്ല, അതിനാൽ ഏതു വിധേനയെങ്കിലും പുത്രൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞു. അംശജൻ, പുത്രിയുടെ പുത്രൻ, ക്ഷേത്രജ്ഞൻ, ഘോളകൻ, കുണ്ഠൻ, സഹോഢൻ, കാനീനൻ, ക്രീതൻ എന്നിവരെല്ലാം പുത്രന്മാരാണെങ്കിലും അവരുടെ പ്രാധാന്യം ഈ പറഞ്ഞ ക്രമത്തിൽ കുറഞ്ഞു വരും എന്നതാണ് ശാസ്ത്രം. അപ്പോൾ പാണ്ഡു കുന്തിയോട് പറഞ്ഞു, നീ തപോധനനായ ഒരു മഹർഷിയെ പ്രാപിച്ച് സന്താനത്തെ ജനിപ്പിക്കുക. ഇതിൽ ദോഷമൊന്നുമില്ല. പണ്ട് സൗദാസൻ എന്ന രാജാവിന് പുത്രലാഭം ഉണ്ടായത് വസിഷ്ഠ മുനിയിൽ നിന്നാണത്രേ. തനിക്ക് ദുർവാസാവ് തന്ന വരമുണ്ടെന്നും താൻ വിളിക്കുന്ന ദേവൻ തൻ്റെ അഭീഷ്ടങ്ങൾ സാധിക്കുമെന്നും രാജ്ഞി രാജാവിനെ അറിയിച്ചു. അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ കുന്തി ധർമ്മദേവനെ സ്മരിച്ചു വരുത്തി. ആ സംഗമത്തിൽ നിന്നും യുധിഷ്ഠിരൻ ജനിച്ചു. കാറ്റിൽ നിന്നും ഭീമൻ, ഇന്ദ്രനിൽ നിന്നും അർജുനൻ എന്നിങ്ങനെ 3 പേർ കുന്തിക്ക് പുത്രന്മാരായുണ്ടായി. മാദ്രിക്കും പുത്രലാഭത്തിനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ടായി. അങ്ങനെ മാദ്രി ഈ കാര്യം പാണ്ഡുവിനോട് പറയാണ്. പാണ്ഡു ആണെങ്കിൽ ഇത് കുന്തിയോടും പറഞ്ഞു. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം കുന്തി മാദ്രിക്ക് ആ വിശുദ്ധ മന്ത്രം കൈമാറുകയാണ്. മാദ്രി ആണെങ്കിൽ അശ്വിനി ദേവതകളെയാണ് സ്മരിച്ചത്. അങ്ങനെ അവർക്ക് 2 പുത്രന്മാരുണ്ടായി, നകുലനും സഹദേവനും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം വികാരത്താൽ നയിക്കപ്പെട്ട പാണ്ഡു മാദ്രിയെ പുണരണത്. അരുതേ എന്ന് രാജ്ഞി വിലക്കിയിട്ടും വന്നു പുൽകിയ രാജാവ് ശാപഫലത്താൽ ഉടനെ തന്നെ മരിച്ചു വീണു. മരം വീഴുമ്പോൾ ചുറ്റിപ്പടർന്ന വള്ളി എപ്രകാരമാണോ വീഴുന്നത്, അതുപോലെ തന്നെ മാദ്രിയും അവിടെ തന്നെ കുഴഞ്ഞു വീണു. കുന്തിയും മക്കളും മാമുനിമാരും പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്തി. രാജാവിനെ സംസ്കരിച്ച ചിതയിൽ മാദ്രിയും സതി അനുഷ്ഠിച്ചു തൻ്റെ ജീവനൊടുക്കി. ഉദകക്രിയകൾക്ക് ശേഷം കുന്തിയും 5 മക്കളും ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. പിന്നീട് കൊട്ടാരത്തിൽ ഭീഷ്മരുടെ സംരക്ഷണയിലാണ് ഈ 5 പേരും വളർന്നത്. ഇങ്ങനെയാണ് പാണ്ഡവന്മാരുണ്ടായ കഥ. പാണ്ഡവോത്പത്തിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കേട്ടത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. നാളെ പാണ്ഡവ കഥ കേൾക്കാം കേട്ടോ.